ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ട് കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. ആദ്യം ഞാനിത് ഓർഡർ ചെയ്തു, മീഷോ വഴി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് അത് 2 വീക്സ് ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് റിട്ടേൺ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ മീഷോയെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് മീഷോ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്തു. അന്നേരം ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ സാധനം എത്തി. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് റീൽസൊക്കെ കണ്ടിട്ടാണിത് വാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണിത്. ഇന്നത്തെ കാലത്ത് നമുക്ക് എപ്പോഴും അക്കൗണ്ട്സിൽ കാശ് കയറി കഴിയുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. ഓൺലൈൻ ബിസിനസ് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാകുന്നത്. കാരണം നമുക്ക് പേയ്മെൻ്റ് എല്ലാം അക്കൗണ്ടിലോട്ട് വന്നതിന് ശേഷം അത് അവിടെയൊക്കെ തന്നെ കിടക്കും. നമ്മൾ ക്യാഷ് എടുക്കുന്നില്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ നമ്മൾ എല്ലായിടും GPay തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. എല്ലായിടത്തും QR കോഡ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പേയ്മെൻ്റ് എല്ലാം ഈ അക്കൗണ്ടിൽ വന്ന കാശ് അങ്ങനെ തന്നെ പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ സേവ് ചെയ്യാനൊരു ബുദ്ധി തോന്നിയത്. പിന്നെ എല്ലായിടും നമ്മൾ ഈ പറഞ്ഞ പോലെ GPay ഉണ്ടോ എന്ന് അന്വേഷിച്ചല്ലേ നമ്മൾ ചെല്ലുന്നത്. ഇതുപോലെ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊറിയർ അയക്കാൻ പോയപ്പോൾ അവിടെ GPay ഉണ്ടോ എന്ന് ചോദിച്ച ആളാണ് ഞാൻ. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ GPay ഇല്ല, ഇവിടെ പേയ്മെൻറ്റ് ക്യാഷ് തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ കൊറിയർ അയക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ക്യാഷ് എടുക്കാറുള്ളത്. ബാക്കി എല്ലായിടത്തും GPay തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലോട്ട് ക്യാഷ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സേവിങ്സും ചെയ്യാറില്ല. അക്കൗണ്ടിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് റീൽസ് വഴിയൊക്കെ കണ്ടത്. ഒരുപാട് പേര് മണി ബോക്സ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വാങ്ങണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് മീഷോ വഴിയാണ് ഓർഡർ ചെയ്തത്. മീഷോ വഴി ഓർഡർ ചെയ്തിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഡെലിവറി ചെയ്യുന്നവർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് സപ്ലയർക്ക് ആ പ്രോഡക്റ്റ് പോവുകയാണ് ചെയ്തത്. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോയിൽ. പിന്നീട് അവർ വീണ്ടും ഇത് ഓർഡർ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ക്ഷമയില്ലായിരുന്നു. പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കയറി ഓർഡർ ചെയ്തു. അങ്ങനെ ഫ്ലിപ്പ്കാർട്ട് വഴി ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ സാധനം എത്തി. അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഇത് കിട്ടിയപ്പോഴത്തേനും. ഇനിയെങ്കിലും നമ്മൾ സേവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം കയ്യിലുണ്ടായിരുന്ന ഒരു 500 ഞാൻ ഇട്ട് വെച്ചു. ഇനി ബാക്കി പേയ്മെൻറ്റ് കണ്ടിന്യൂസ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു. 1 lakh എത്തുന്നത് നമുക്ക് പൊട്ടിക്കാം. എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്ന് അറിയത്തില്ല. അറിയുന്നവരുന്ന് കമൻറ്റ് ഇടണേ.